അയ്യമ്പിള്ളി സർക്കാർ ആശുപത്രി ജനകീയ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പദയാത്രയും ധർണയും നടത്തി. This news brought to you by ആണിഹാരി. എത്ര പഴകിയ ആണിരോഗവും നിശേഷം മാറ്റി സുഖപ്പെടുത്തുന്നു. അയ്യമ്പിള്ളി സർക്കാർ ആശുപത്രിയെ തരം താഴ്ത്തി കുടുംബാരോഗ്യ കേന്ദ്രമാക്കി രോഗികളുടെ കിടത്തി ചികിത്സ നിർത്തലാക്കിയ സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ അയ്യമ്പിള്ളി സർക്കാർ ആശുപത്രി ജനകീയ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ചികിത്സ പുനരാരംഭിക്കണം എന്ന ആവശ്യവുമായി പ്രതിഷേധ പദയാത്രയും ധർണയും സംഘടിപ്പിച്ചു. പദയാത്ര ചെറായി ഗൗരീശ്വരത്ത് നിന്നും അയ്യമ്പിള്ളി കുടുംബാരോഗ്യ കേന്ദ്രം വരെ നടന്നു. നിരവധി നാട്ടുകാർ, സാമൂഹിക പ്രവർത്തകർ എന്നിവർ പങ്കെടുത്ത പ്രതിഷേധം ശക്തമായ സന്ദേശമായി മാറി. പദയാത്രയുടെ ഉദ്ഘാടനം സമിതി പ്രസിഡന്റ് കെ ചന്ദ്രശേഖരൻ നിർവഹിച്ചു. നമ്മുടെ പഞ്ചായത്ത് അതിർത്തിയിലും ഇതര പഞ്ചായത്ത് അതിർത്തിയിലും വീടുവീടാന്തരമല്ലെങ്കിലും മിക്കവാറും വഴികളിൽ അതിനുവേണ്ടിയിട്ടുള്ള പ്രചരണങ്ങൾ നടത്തുകയും വാൾ പോസ്റ്റും ഫ്ലെക്സുകളും കാര്യങ്ങളും കൂടാതെ മൈക്ക് അനൗൺസ്മെന്റ് കാര്യങ്ങളും നടത്തി കാര്യങ്ങൾ പറഞ്ഞെങ്കിലും നിരന്തരമായിട്ട് വീണ്ടും ഇത്രയും ആ പ്രക്ഷോഭം ഈ സമിതിയുടെ ഭാഗത്തുണ്ടായിട്ടും ഇവിടെ അയ്യമ്പിള്ളി ആശുപത്രിയുടെ സ്ഥിതി പൂർവ്വസ്ഥിതിയിൽ തന്നെ. സെക്രട്ടറി NM രവി, വൈസ് പ്രസിഡന്റ് NM രാഘവൻ, അയ്യമ്പിള്ളി കാരുണ്യം സാമൂഹ്യക്ഷേമ സമിതി സെക്രട്ടറി വിനീഷ്, ഗജാൻജി ബാബു, അയ്യമ്പിള്ളി വ്യാപാരി വ്യവസായി ഭാരവാഹി AA ദിവാകരൻ, SNDP തറവട്ടം ശാഖ പ്രസിഡന്റ് ഗിരീശൻ, ചെറായി റെസിഡൻസ് അസോസിയേഷൻ പ്രതിനിധി അബ്ദുൾ റഹ്മാൻ, അയ്യമ്പിള്ളി ജനതാ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ ബേബിയും പ്രജാപതിയും, മുൻകുഴപ്പുള്ളി പഞ്ചായത്ത് 4-ാം വാർഡ് മെമ്പർ ഷീബ എന്നിവർ പ്രസംഗിച്ചു. യാതൊരു മുന്നറിയിപ്പും കൂടാതെ അയ്യമ്പിള്ളി സർക്കാർ ആശുപത്രിയെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രമാക്കി തരം താഴ്ത്തി 60 വർഷക്കാലത്തോളം പൊതുജനങ്ങൾക്ക്, സാധാരണ ജനങ്ങൾക്ക് ലഭ്യമായിരുന്ന കിടത്തി ചികിത്സ, സ്ത്രീകളുടെ പ്രസവ വാർഡ്, കുട്ടികളുടെ വാർഡ്, ക്ഷയരോഗ വാർഡ്, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം കിടത്തി ചികിത്സിക്കുന്ന വാർഡ്, പോസ്റ്റ്മോർട്ടം ചെയ്യുന്നുള്ള സൗകര്യം തുടങ്ങി എല്ലാ സൗകര്യങ്ങളും 2008 നിഷേധിക്കപ്പെടുകയാണ് ഉണ്ടായത്. എൻ്റെ അമ്മ എന്നെ പ്രസവിക്കുന്ന സമയത്ത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. അന്ന് വീടിൻ്റെ തൊട്ട് മുൻപില് തോടുണ്ട്, തോട്ടിൽ കൂടിയുള്ള യാത്ര വഞ്ചിയിൽ. ആ വഞ്ചിയിൽ എൻ്റെ അമ്മയെ എടുത്ത് വെച്ച് ഈ രാമവർമ്മ തോടിൻ്റെ സൈഡിലേക്ക് എൻ്റെ പാപ്പ കൊണ്ടുവന്ന് ഈ ഹോസ്പിറ്റലിൽ ഇന്നിവിടെ വളരെ വിശാലമായ, സമൃദ്ധമായ, സുഖസൗകര്യമായ ഒരു ഡെലിവറി സംവിധാനം ഉണ്ടായിരുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇല്ലമ്മ ഡോക്ടറാണോ തങ്കമ്മ ഡോക്ടറാണോ എന്ന് എനിക്കറിയില്ല, അറിഞ്ഞത് പറഞ്ഞാണ്. അങ്ങനെ പ്രസവിച്ച ഒരു ജന്മം കൊണ്ട ഒരു സ്ഥലമാണ് ഈ അയ്യമ്പിള്ളി ഹോസ്പിറ്റൽ. തീർച്ചയായിട്ടും അക്കാലം 63 വർഷങ്ങൾക്ക് മുൻപുള്ള എൻ്റെ ജനനം ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലിലാണ് എങ്കിൽ ഇത്രയും പുരോഗമനവും സൗകര്യങ്ങളും പാശ്ചാത്തല സംവിധാനങ്ങളെല്ലാം ഉണ്ടായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഹോസ്പിറ്റല് ഇന്ന് ഡീബാർ ചെയ്യപ്പെട്ട് വെറും ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രമായി മാറിയിരിക്കുന്ന ഏറ്റവും വലിയ ശോചനീയ അവസ്ഥയാണ്. സമിതി ഭാരവാഹികളായ അനൂപ് KK, ശശിഷ്കരൻ, നാരായണൻകുട്ടി, സുനിൽകുമാർ, MS ദിവാകരൻ എന്നിവർ പരിപാടി ഏകോപിപ്പിച്ചു. പദയാത്രയും ധർണയും വഴിയൊരുക്കിയത് സർക്കാർ ആശുപത്രിയുടെ നിലവാരം പുനഃസ്ഥാപിച്ച് കിടത്തി ചികിത്സ വീണ്ടും ആരംഭിക്കണമെന്ന ജനമുന്നേറ്റ ആവശ്യമായാണ്. ന്യൂസ് ഡെസ്ക്, നാട്ടുവാർത്ത, അയ്യമ്പിള്ളി.